മുൻ മന്ത്രി കെ രാജൻ, മുൻ റവന്യൂ മന്ത്രി കെ രാജന്റെ ഊഴമാണ് അടുത്തത്. ഒല്ലൂരിൽ നിന്നുള്ള LDF അംഗമാണ് കെ രാജൻ. നിയമസഭയിലേക്ക് മൂന്നാം ഊഴമാണ്. കെ രാജനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഇതുവരെ 79 പേർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അടുത്ത പോരാട്ടത്തിൽ UDF നിന്നുള്ള ഷാജി ജെ കൊടങ്കണ്ടത്തിനെ 8884 വോട്ടിന് തോൽപ്പിച്ചാണ് തുടർച്ചയായി മൂന്നാം തവണ കെ രാജൻ നിയമസഭയിലേക്ക് എത്തുന്നത്. കെ രാജൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം പ്രതിജ്ഞയെടുക്കുന്നു കെ രാജൻ, ഒല്ലൂരിൽ നിന്നുള്ള LDF അംഗം. അങ്ങനെ 80 പേർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനി 81ാമതായി കടന്നു വരുന്ന മറ്റൊരു രാജനാണ് കാരായി രാജൻ. തലശ്ശേരിയിൽ നിന്നുള്ള LDF അംഗം കാരായി രാജനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. തലശ്ശേരിയിൽ KP സാജുവിനെ 21,827 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഇതാദ്യമായി കാരായി രാജൻ നിയമസഭയിലേക്ക് എത്തുന്നത്. കാരായി രാജൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം പ്രതിജ്ഞയെടുക്കുന്നു കാരായി രാജൻ, തലശ്ശേരിയിൽ നിന്നുള്ള LDF അംഗം. അങ്ങനെ 81 പേർ പൂർത്തിയാക്കിയിരിക്കുന്നു. 82ാമതായി കടന്നു വരുന്ന മറ്റൊരു രാജനാണ് രാജൻ ജെ പല്ലൻ. തൃശ്ശൂരിൽ നിന്നുള്ള UDF അംഗം രാജൻ ജെ പല്ലന്റെ ഊഴമാണ് അടുത്തത്. LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനെ 26,803 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് രാജൻ ജെ പല്ലൻ. മുൻ തൃശൂർ മേയർ കൂടിയാണ് രാജൻ ജെ പല്ലൻ. ആദ്യമായാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. കന്നി അംഗത്തിൽ തന്നെ അദ്ദേഹം ജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു. രാജൻ ജെ പല്ലന്റെ ഊഴം അടുത്തത്. രാജൻ ജെ പല്ലൻ എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു രാജൻ ജെ പല്ലനും. അങ്ങനെ 82 പേർ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു.